ഇന്ന് നമുക്ക് നല്ല മണവും രുചിയൊക്കെയുള്ളൊരു സാമ്പാർ പൊടി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കി വെക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാമ്പാർ പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന സാമ്പാറിനേക്കാളൊക്കെ എത്രയോ നല്ലൊരു സാമ്പാറാണ് കേട്ടോ നമുക്ക് ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ കിട്ടുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ടക്കായാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 30 ഗ്രാം എടുത്തിട്ടുണ്ട്. നമ്മളൊരു 250 ഗ്രാം സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കുള്ള കായാണ് കേട്ടോ ഈ ഒരു 30 ഗ്രാം എന്ന് പറയുന്നത്. പുതിയ കായ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് കീറിയിടാൻ പറ്റുന്നുണ്ട്, ചെറിയ കഷ്ണമാക്കിയിട്ട്. അതല്ലെങ്കിൽ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ടാൽ മതി, കട്ടി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ. ഇത് പുതിയതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മണവും നല്ല രുചിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 30 ഗ്രാം മാത്രമേ എടുക്കുന്നുള്ളൂ. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇത്രയും തന്നെ ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് നല്ല കായത്തിൻ്റെ മണവും രുചിയൊക്കെ കിട്ടുന്നുണ്ട്. ഈ കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാതെ കൈവിടാതെ ഇളക്കി നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ വറുത്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വലിഞ്ഞ് കളിക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ വറുത്തെടുക്കണം. കൈ കൊണ്ടൊന്ന് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വരണം, ആ ഒരു പാകത്തിനാവും വരെ വറുത്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം, തണുക്കട്ടെ. തണുക്കുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. പാകത്തിനായിട്ടില്ലെങ്കിൽ അന്നേരം വീണ്ടും ഒന്നും കൂടി ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി മല്ലിയാണ് വേണ്ടത്. സാമ്പാർ പൊടിയിലേക്ക് നമ്മൾ കൂടുതൽ മല്ലി എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് മല്ലി എടുക്കുന്നുണ്ട്, അതായത് 1 കപ്പ് മല്ലി. 250 ml കപ്പിൽ 1 കപ്പ് മല്ലി എടുത്തിട്ടുണ്ട്. മല്ലിയും ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ഉൾഭാഗത്ത് നല്ലോണം നാര വന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മല്ലിയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങും കേട്ടോ, കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. കായം ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇടാം കേട്ടോ, നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് മുളകും കൂടെ വറുത്തെടുക്കാം. സാധാരണ എരിവുള്ള മുളക് ഒരു 14-15 എണ്ണം എടുക്കാം കേട്ടോ. പിന്നെ പൊടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തിരിമുളകും കൂടി എടുക്കാം, ഒരു 6-7 എണ്ണം എടുത്താൽ മതിയാകും. ഇതും തീ കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കിയെടുക്കാം. ഇപ്പം ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും മല്ലിയിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെക്കാം. ഇനി വേണ്ടത് കടലപ്പരിപ്പാണ്. നമ്മൾ മല്ലി എടുത്തിരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിലൊരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. മല്ലി എടുത്തതിൻ്റെ നേരെ പകുതി എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാനും ബോളി ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന കടലപ്പരിപ്പ്. ഇതും തീ കുറച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുമ്പോൾ നമുക്കിതും പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നേരത്തെ മല്ലി മുളകൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. നമ്മൾ ഈ ഒരു പൊടി ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ കഴുകി ഉണക്കിയെടുത്ത് വെക്കാം കേട്ടോ, വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നും ഉലുവയും കൂടെ ചേർക്കണേ. ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും പാത്രത്തിലേക്ക് ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ നല്ലൊരു ഗോൾഡ് കളർ ആകുന്നതിലേക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഉലുവയും കൂടി ഒന്ന് വറുത്തെടുക്കാം. സാമ്പാറിന് ഈ ഒരു ഉലുവേൻ്റെ മണവും രുചിയൊക്കെ വരുമ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഉലുവയും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം. ഉലുവയൊക്കെ ഒന്ന് പൊട്ടാനായിട്ട് തുടങ്ങുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് അരിയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പുഴുക്കലരിയാണ്, മട്ടയരി. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മട്ടയരി അല്ലെങ്കിൽ നമുക്ക് വെള്ളയരി ആയാലും മതിയേ, അതും 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം. അതല്ലെങ്കിൽ ഉണക്കലരി എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. പച്ചരി വേണമെങ്കിൽ പച്ചരി ചേർക്കാം. അരിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ അധികം കൊഴുപ്പുള്ള കഷ്ണങ്ങളൊന്നും വെച്ചിട്ടല്ല സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് പിന്നെ വെള്ളരിയോ കുമ്പളങ്ങിയോ അതല്ലെങ്കിൽ ഇതൊന്നുമില്ല, അധികം കഷ്ണങ്ങളൊന്നുമില്ല, കുറച്ച് മുരിങ്ങാക്കായും ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് സാമ്പാർ വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ അരിയും കൂടി ചേർത്തിട്ടുള്ള സാമ്പാർ പൊടി ചേർക്കുകയാണെങ്കിൽ സാമ്പാറിന് കുറച്ചും കൂടി ഒരു കൊഴുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിയും കൂടെ വറുത്ത് ചേർക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 6-7 തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. 1 കപ്പ് കറിവേപ്പിലുണ്ട്. നമ്മൾ മല്ലിയൊക്കെ എടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിനകത്ത് ഫുള്ളായിട്ട് അങ്ങ് എടുക്കാം. ഈ കറിവേപ്പിലേൻ്റെ പിന്നെ വെള്ളമയൊക്കെ മാറിയിട്ട് അതൊന്ന് പൊടിഞ്ഞു കിട്ടാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. പാത്രത്തിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. സാമ്പാർ പൊടിക്ക് നല്ലൊരു കളർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ പൊടി കേടാകാതെ കൂടുതൽ നാൾ കുറച്ചും കൂടെ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട്, അതുമല്ല ചെറിയൊരു ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് അതിൽ എന്തെങ്കിലും വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മല്ലിമുളകൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ആദ്യം കായം വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് നോക്കുക കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ
അതിന് പാകമായിട്ടുണ്ട്. അതായത് നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പോൾ പൊടിയാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി അതല്ല ചതുങ്ങി കളിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് സെപ്പറേറ്റ് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് വീണ്ടും തണുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയതൊക്കെ ഓരോ പരന്ന പാത്രത്തിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പൊടിച്ചെടുക്കാം. നമ്മളിപ്പോൾ സാമ്പാർ പൊടിയിലേക്കുള്ള എല്ലാ സാധനങ്ങളും വേറെ വേറെ എണ്ണയില്ലാതെയാണ് കേട്ടോ വറുത്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സാമ്പാർ പൊടി കൂടുതൽ നാൾ കേടാകാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അതല്ല നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന പൊടി പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയില്ലാതെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത്രയും സമയം എടുക്കാതെ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുമിച്ച് തന്നെ മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇടുകയാണ്. എന്നിട്ടിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് ജാറ് തുറന്ന് നോക്കിയിട്ട് സ്പൂണും കൊണ്ട് ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കുക. സാമ്പാർ പൊടി നമുക്ക് നൈസായിട്ടുള്ള പൊടിയായിട്ടാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നല്ലോണം അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും തരിയില്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണി അകലമില്ലാത്ത അരിപ്പയെ കൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ തരി ഉണ്ടാവുമല്ലോ അത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ടേസ്റ്റൊക്കെ എല്ലാം പാകത്തിനാണ് കേട്ടോ. അതായത് ഉലുവേൻ്റെയും കായത്തിൻ്റെയൊക്കെ നല്ല മണവും രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറി വെക്കാൻ എളുപ്പമാണ് കേട്ടോ. കഷ്ണങ്ങൾ വേവിക്കുക, അതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് എണ്ണയിലൊന്ന് മുരിയിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാമ്പാർ നമുക്ക് കിട്ടും. സാമ്പാർ പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയും മണമൊക്കെ ഉള്ള സാമ്പാർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ കണ്ടല്ലോ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.